തളർന്നു പോരുത്. സമചിത്തതയോടെ വേണം ഈ പ്രതിസന്ധിയെ നേരിടാൻ. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഇനി എന്ത് സമചിത്തത? മുന്നിലൊന്നുമില്ല. 24 മണിക്കൂർ അതിനകം നമ്മൾ ഈ വീട് വിട്ട് പോവണം. അല്പം മുമ്പ് ചങ്ക് പൊട്ടി അച്ഛൻ ചോദിച്ചത് നീ കേട്ടില്ലേ? ഈ വീട്ടിൽ അവസാനത്തെ അത്താഴാണോന്ന്. ആ മനുഷ്യന്റെ ഒരായുസിന്റെ അധ്വാനവും ജീവിത സ്വപ്നങ്ങളും ഇവിടെ ഉപേക്ഷിച്ചു പോവേണ്ടത്. സ്വന്തമെന്ന് കരുതിയതൊന്നും ഇപ്പൊ നമ്മുടെ അല്ല. ഇതുപോലൊരു ചതി ഈ ലോകത്ത് എവിടെങ്കിലും നടന്നിട്ടുണ്ടോ? നാളെ നമ്മളെല്ലാവരും തെരുവിലേക്ക് ഇറങ്ങണം. സ്വന്തമായിട്ടുള്ള വസ്ത്രമല്ലാതെ മറ്റൊന്നും ഈ വീട്ടിൽ നിന്ന് എടുക്കാൻ പാടില്ലെന്നാ അവളുടെ ഉത്തരവ്. ഒരു കുത്തിന് കൊല്ലണം അവളെ. അവരെ കൊന്ന് ജയിലിൽ പോയതുകൊണ്ട് എല്ലാം അവസാനിക്കോ? ഈ നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചു കിട്ടുമോ? സച്ചേട്ടാ, ഈ നാട്ടിലെ നിയമത്തിന്റെ പഴുതുകളും അഴിമതിക്കാരുടെ സഹായം കൊണ്ടാ നമുക്കുള്ളതെല്ലാം അവർ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടേത് തന്നെയാ. മറ്റൊരാൾക്കും ഒരു അവകാശമില്ല. പക്ഷേ തൽക്കാലം നമ്മൾ ഇറങ്ങിക്കൊടുത്തേ പറ്റൂ. താൻ പറഞ്ഞ ശരിയാ. ചതിച്ച് സ്വന്തമാക്കിയ മുതലും കൊണ്ട് ഒരുപാട് കാലം വാഴാൻ ദൈവം ആരും അനുവദിച്ചിട്ടില്ല. ഈ പ്രതിസന്ധി നമ്മൾ മറികടന്നേ പറ്റൂ. അതൊക്കെ എനിക്കറിയാം. പക്ഷേ മനസ്സങ്ങോട്ട് അനുവദിക്കുന്നില്ല. യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. നിയമവും പോലീസും എല്ലാം ഇപ്പൊ അവരുടെ പക്ഷത്താ. രേഖകൾ ഇപ്പൊ എല്ലാം അവരുടേതാ. എല്ലാം നമുക്ക് തന്നെ തിരിച്ചു കിട്ടും. പക്ഷെ അതിന് കുറച്ച് സമയമെടുക്കും. തൽക്കാലം മാറി നിൽക്കാൻ ഒരു സ്ഥലമുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ല. അച്ഛനും ചേട്ടനും അനിയനും നിങ്ങളെല്ലാവരും കഷ്ടപ്പെടുന്നൊരവസ്ഥ, അങ്ങനൊരവസ്ഥ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. എടോ, നമ്മുടെ വീട് വിട്ട് നമുക്ക് എങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റൂടോ? ഇത്രയും വലിയൊരു വീഴ്ച എല്ലാവരും എങ്ങനെ താങ്ങും? ഉയർച്ചയും താഴ്ചയും നിറഞ്ഞതല്ലേ സച്ചേട്ട ജീവിതം. ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഒരു മറുപുറവും ഇല്ലേ? ഈ സമയവും കടന്നു പോകും. ദൈവം നമ്മളെ ഇതിന്ന് കരകയറ്റും. എനിക്ക് വിശ്വാസമുണ്ട്. നമ്മളെ അവര് ചതിച്ച ഈ നിയമം കൊണ്ട് തന്നെ ഇതെല്ലാം നമ്മൾ തിരിച്ചു പിടിക്കും. അതുവരെ മനസ്സ് കൈവിട്ടു പോകരുത്. നമുക്കങ്ങനെ പറയാൻ വളരെ എളുപ്പം. കാരണം ഇതൊന്നും നമ്മളാരും ഉണ്ടാക്കിയതല്ല. ഓർമ്മ വയ്ക്കുമ്പോ തന്നെ ഈ സൗഭാഗ്യമെല്ലാം ഞങ്ങൾക്കുണ്ടായിരുന്നു. കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി ബിസിനസ് ചെയ്ത് അച്ഛനുണ്ടാക്കിയതാ ഇതെല്ലാം. അച്ഛന്റെ വിയർപ്പും ചോരയും ശ്വാസവും പ്രാണനുമാണ് ഈ കാണുന്നതെല്ലാം. അച്ഛൻ എങ്ങനെ ഇതൊക്കെ സഹിക്കും?